എന്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിട്ട് കണക്കാക്കുന്നത്? അതെനിക്കറിയാം. ബൈജു എന്നാരുമായിട്ടുള്ള സൗഹൃദമാണ് എന്നാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. അതങ്ങനെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ നേട്ടമായിട്ട് സ്വയം കാണുന്ന കാര്യം എന്തായിരിക്കും? ഇപ്പോൾ ബൈജുവേട്ടൻ നായരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വലിയ നേട്ടം. അതെന്താ സാർ, എന്ത് പറ്റി സാർ? അല്ല, ഈ പുള്ളിയായിട്ട് നമ്മൾ ഒരു ഡിസ്റ്റൻസിൽ എപ്പോഴും നിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ്. അതെന്നാ സാർ? ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റുകളും ട്രാവലോഗുകാരും എപ്പോഴും കുറച്ചൊരു അകലം പാലിക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ അവർ ക്രമേണ ട്രാവലേഴ്സായിട്ട് മാറും. അതുകൊണ്ടൊരു ചെറിയ ചെറിയ ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇട്ട്. എന്നാലും സാറ് പറഞ്ഞു അധികം സുഹൃത്ത് വലയമുള്ള ഒരാളാണ് സാർ എന്ന് എനിക്ക് അറിയില്ല. വലിയ ദൃഢമായിട്ടുള്ള സുഹൃത്ത് വലയം ഇല്ല അതാ സാർ. പറഞ്ഞത്, ഞാൻ ഇവരൊക്കെ സുഹൃത്തുക്കളാണെങ്കിലും വർഷത്തിലൊന്നോ മറ്റോ കാണുന്ന സുഹൃത്തുക്കളാണ് അവരൊക്കെ. സാറിന് എന്താണ് ഞങ്ങളുടെ യൂത്തിനോട് പറയാനുള്ള? ഒരു വലിയ സുഹൃത്ത് വലയം വേണമോ, അതോ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു ഷെല്ലിൽ കഴിയുന്നതാണോ? എന്താണ് സാറിന് ഇത്രയും ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ കുട്ടികളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു ടോപ്പിക്? അതൊക്കെ പേഴ്സണലാണ്, പേഴ്സണലാണ്. വ്യക്തിപരമായ കാര്യമാണ്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ലോകത്ത് എൻ്റെ ചിന്തകളുടെ എൻ്റെ അടുത്ത ലക്ഷ്യങ്ങളാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ആണ്. ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ വ്യക്തിപരമായിട്ട് ഇത്ര കോടി രൂപ ഉണ്ടാക്കണമെന്നുള്ള ലക്ഷ്യമല്ല. ഞാൻ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ കൊണ്ടുവരേണ്ട പുതിയ മാറ്റങ്ങൾ എന്തൊക്കെ,